വിട്ടുമാറാത്ത ഗ്യാസ്, നെഞ്ചെരിച്ചില്, ഛർദി, വിശപ്പില്ലാത്ത പ്രയാസങ്ങള് ഇതൊക്കെ വരുന്ന സമയത്ത് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇനി എനിക്ക് ക്യാൻസറായി പോകുമോ? അല്ലെങ്കിൽ വയറ്റിൽ ക്യാൻസറിന് പ്രയാസമുണ്ടോ? ഇനി എന്ത് ചെയ്യണമെന്ന് പലരും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ മെഡിസിനൊക്കെ എടുക്കും. ഇതിന് വേണ്ടിയിട്ട് വയറുവേദനയൊക്കെ ചിലപ്പോൾ വരുന്ന സമയത്ത് മെഡിസിനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറാനൊക്കെ കഴിക്കും. പക്ഷേ ഇത് കംപ്ലീറ്റ് മാറുന്നില്ല. അതേസമയം ഭയങ്കര ക്ഷീണിച്ച പോലെയൊക്കെ അവസ്ഥ തോന്നുക. പിന്നെ മറ്റ് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ പല ആളുകൾക്കും ക്യാൻസർ വന്നു പോയ കാര്യങ്ങൾ നമ്മൾ അറിയുക. ഇതൊക്കെ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യും? ഒരു ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥ പല ആളുകളിൽ കണ്ടുവരാറുണ്ട്. പലപ്പോഴും ഈ ഗ്യാസുള്ള ആളുകൾ വന്ന് ചോദിക്കാറുള്ളത് പണ്ടൊക്കെ ആണെങ്കിൽ ഡോക്ടറെ അൾസർ ആണോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇതെനിക്ക് ക്യാൻസർ ആണോ എന്നുള്ള പേടി ചോദിച്ചിട്ട് പലപ്പോഴും ക്ലിനിക്കുകളിൽ എന്ത് ചെയ്യാറുണ്ട്? പേഷ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ എല്ലാ ഗ്യാസിൻ്റെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ വേദന വയറുവേദന പ്രയാസങ്ങൾ അത് ക്യാൻസർ ആണോ? ഇനി ക്യാൻസർ ആണെങ്കിൽ തന്നെ നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ക്യാൻസറിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഇനി അസിഡിറ്റിയുടെ മാത്രമാണ് പ്രശ്നമെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും? പിന്നെ ഇത് ഈ ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏതൊക്കെ രൂപത്തിലൂടെ അത് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് വിശദമായിട്ട് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, ക്യൂൻബി ഹെൽത്ത് കെയർ, കൊടുവള്ളി. നമുക്കറിയാം ഇന്ന് ഗ്യാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് സർവ്വസാധാരണയായിട്ട് വലുപ്പ ചെറുപ്പ ലിംഗഭേദമില്ലാതെ എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒരു ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾക്ക് അത് ഓക്കാനം പോലെ തോന്നും, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലെ തോന്നും. ചില ആളുകൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറ് കാളിച്ച അങ്ങനെ ഉണ്ടായിരിക്കും. അതായത് ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറാകുന്ന സമയത്ത് അതിന് അടുത്തതും ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി. അതുപോലെ തന്നെ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നൊന്നും തടിമ കാണില്ല, നല്ലോണം കഴിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നും ബോഡിയിൽ കാണുന്നില്ല എന്നുള്ള പരാതി. അപ്പോൾ അതേപോലെ തന്നെയാണ് ചിലപ്പോൾ മോഷൻ കൂടുതലായിട്ട് പോവുക. അതായത് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ, ദിവസം 5ഉം 6ഉം തവണ കൂടുതലായിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ. അതും തന്നെ ചിലപ്പോൾ എന്തുണ്ട്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മലത്തിലൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കൊരിതുണ്ട്. കാരണം ബാക്കിയുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല, അപ്പോൾ എനിക്കിതെന്താണ്, എനിക്കെന്തൊരു മാറാത്തൊരു അസുഖമാണോ? മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒറ്റമൂലിയായിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. മീൻസ് വീട്ടിൽ നിന്ന് ഇഞ്ചി നീര് കുടിക്കലോ അല്ലാതെ മറ്റേതിന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് നോക്കും, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിനൊക്കെ കഴിക്കും. പക്ഷേ നമുക്കൊരു കംഫർട്ടബിൾ ആകുന്ന ഒരു ഏരിയയിലേക്ക് പലപ്പോഴും എത്തിയിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്നതും അതേപോലെ അസിഡിറ്റി എന്ന് പറയുന്നതും എസ്പെഷ്യലി സ്റ്റൊമക്ക് ക്യാൻസർ. അപ്പോൾ ഈ സ്റ്റൊമക്ക് ക്യാൻസറിൻ്റെ അടയാളങ്ങൾ പലതും അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അടയാളം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റിയുടെ കേസാണെങ്കിൽ പൊതുവേ 2 തരത്തിൽ കാണാറുണ്ട്. ഹൈപ്പർ അസിഡിറ്റി ഞാൻ പല വീഡിയോസിലും പറയുന്ന സംഗതി തന്നെയാണ് ഇത്. അതായത് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകും, ചില ആളുകൾക്ക് ഹൈപ്പോ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടാകും. ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് അമിതമായിട്ട് ഓവറായിട്ട് എന്ത് ചെയ്യുക, ആസിഡ് പ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ അതുമൂലം എന്ത് ചെയ്യുന്നില്ല, വയറ് കാളിച്ച്, അതായത് ഭക്ഷണം കഴിച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേന് വീണ്ടും നല്ല വിശപ്പ് വരിക, അതേപോലെ തന്നെ ചിലപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി വരിക, അമിതമായിട്ട് ലൂസ് സ്റ്റൂൾ പോവുക, പിന്നെ നെഞ്ചെരിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ, ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകുക, ഇങ്ങനെ പലതരത്തിലുള്ള അസിഡിക് റിയാക്ഷനുകൾ ആ ബോഡിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു തരം അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയാം. അതുപോലെ മറ്റൊന്നാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ട ആസിഡിൻ്റെ എമൗണ്ട് കുറയുന്ന അവസ്ഥ വരിക, ഹൈപ്പോ കുറയുന്നൊരവസ്ഥ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും ദഹിക്കൂല, കുറേ സമയം അവിടെ നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ വയറ് വീർത്തതുപോലെ ബ്ലോട്ടിംഗ് ആയിട്ട് തോന്നുക, വിശപ്പില്ലാത്ത പോലെ തോന്നുക, ക്ഷീണം തോന്നുക, കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് പോകുന്ന അവസ്ഥ തോന്നുക. അതുപോലെ കൂടുതലായിട്ട് നെഞ്ചെരിച്ചിൽ ചില സമയത്ത് വരിക ചില ആളുകൾക്ക്, അതുപോലെ കൂടുതൽ കീഴ്വായി പോവുക. ഇങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യും, ഹൈപ്പോ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് സിംറ്റംസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കോമൺ ആയിട്ട് ഉണ്ടാകുന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ക്യാൻസർ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കാണും. അതായത് നെഞ്ചെരിച്ചിലും പുകച്ചിലും എരിച്ചിലും വയറ് വീർക്കലും ഇങ്ങനെയുള്ള പറഞ്ഞ സിംറ്റംസ് എല്ലതും കാണും. പക്ഷേ ഇതല്ലാതെയും ചില സിംറ്റംസ് കാണും. അതായത് ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പനി പോലെ, നല്ലൊരു ക്ഷീണം, ഒരു ഒരു കൊച്ചിപ്പിടുത്തം, ഇൻറ്റേർണൽ ഫീവർ, ഉള്ളൊരു ഉൾപ്പനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്നു പോകുന്ന സിറ്റുവേഷൻ വരിക. അതേപോലെ തന്നെ ചിലപ്പോൾ
മലത്തിൽ എന്ത് ചെയ്യുക, ബ്ലഡിൻ്റെ അംശം എന്ന് പറയുമ്പോൾ നമുക്ക് പക്കാ ഒരു ഫ്രഷ് ബ്ലഡ് ആയിട്ടായിരിക്കും കാണല്. നമ്മളത് മലത്തിൽ മിക്സ് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മളൊരു ടാറി നേച്ചർ അല്ലെങ്കിൽ നല്ലൊരു ബ്ലാക്കിഷ് റെഡിഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം എന്തുണ്ടായിരിക്കും, നമുക്കൊരു മലത്തിൽ നമുക്ക് അതിന് കളറ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആൾ ഭയങ്കര വീക്ക്നെസ് നല്ലോണം വരിക, അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുക. പിന്നെ അതിന് കൂടെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊന്നാണ് വെയിറ്റ് ലോസ് വരിക. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യും, വെയിറ്റ് ലോസ് നല്ല എന്ത് ചെയ്യുന്നുണ്ട്, ശരീരത്തിൻ്റെ തടി വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്ന ഒരവസ്ഥ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന സർവ്വസാധാരണമായിട്ടുള്ള അടയാളങ്ങൾ ഇത് പറയുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെയധികം ക്യാൻസർ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാൻസർ കൂടി വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പൊതുവേ ഈ ഒരു പറഞ്ഞ പോലെ അസിഡിറ്റീൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും അല്ലേ. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പൊതുവേ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ നെഞ്ചരിച്ചിലും പുകച്ചിൽ, ഛർദ്ദിക്കാൻ വരികൾ, ഓക്കാനം വരികൾ, ഇതൊക്കെ വരുന്ന സമയത്ത് പൊതുവേ എന്ത് ചെയ്യുക, ഡോക്ടർ ചിലപ്പോൾ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും. നമ്മൾ ക്യാമറ ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോയിലൂടെ ഇറക്കിയിട്ട് നോക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ടെസ്റ്റ് ചെയ്യുക. ഒന്ന് ചില ആളുകൾക്ക് ബയോപ്സി എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് എച്ച് പൈലോറിക്ക് പോസിറ്റീവ് ആണോ ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ എച്ച് പൈലോറിക്ക് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് അസിഡിറ്റി ഉള്ള ആളുകൾ അറിയണം, അതേപോലെ തന്നെ ക്യാൻസർ ഉള്ള ആളുകൾ അറിയേണ്ടതാണ്. മിക്ക ഈ ഗ്യാസ്ട്രിക് ക്യാൻസറുടെ റീസൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 40% അടുത്ത് എന്ത് വരുന്നുണ്ട്, എച്ച് പൈലോറിക് എന്ന ബാക്ടീരിയയുടെ പ്രസൻസ് നല്ല തോതിൽ കാണുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ വളരെ വളരെ ഡേഞ്ചറാണ്. ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടായിരിക്കും, അൾസർ ഉണ്ടാകാൻ കാരണമാകും, പിന്നെ ബ്ലോട്ടിങ് ഉണ്ടാകാൻ കാരണം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ അടയാളങ്ങളുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കും. മാത്രമല്ല കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയും. ഇതിന് മറ്റൊരു പ്രത്യേകത എന്താ അറിയുക, ഇത് ഓൾമോസ്റ്റ് ലോകത്തുള്ള മിക്ക ജനങ്ങളിലും പകുതിയിലധികം ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളിൽ നമ്മുടെ വയറ്റിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ എന്ത് പല ആളുകളിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിന് പ്രത്യേകത ഉണ്ട്, ഇത് എല്ലാ ആളുകളും ഇത് ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാ ആളുകളും ഇത് ആക്റ്റീവ് ഫോമല്ല, ഒരു സൈലൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ നമ്മൾ നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട്, ആൾ ഇമ്മ്യൂണിറ്റി വീക്കാണ്, തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കുക, അമിതമായിട്ടുള്ള ചില ഭക്ഷണങ്ങളുടെ ഉപയോഗം, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബാക്ടീരിയ ആക്റ്റീവ് ആകുന്നു. ഈ ബാക്ടീരിയ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഗ്യാസ്ട്രിക് ലൈന്, നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരു ലൈനുണ്ട്, നമ്മളൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള മ്യൂക്കസ് ലൈൻ എന്ന് പറയും. ആ മ്യൂക്കസിൻ്റെ ലൈനിങ് എന്ത് ചെയ്യും, അത് നശിപ്പിക്കും. പിന്നീട് അതിന് പുറത്തുള്ള മസ്കുലർ ലെയർ മസിൽസ്, അത് നമ്മുടെ വയറിൻ്റെ മസിലുകൾ നശിപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ അവിടെ നീ മുറിവുണ്ടായിട്ട് പഴുപ്പ് വരും എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എന്ത്, ഓക്കെ അൾസർ വന്നിട്ടുണ്ട്, ഭയങ്കര പെയിനാണ്, ചിലപ്പം ബ്ലീഡിങ് ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറയും. അപ്പോൾ ഇത് തുടക്കത്തിൽ എന്താ പറയില്ല അറിയോ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയില്ല, നമ്മൾ ആ മ്യൂക്കസ് ലെയർ പോകുന്ന സമയത്ത് എരിച്ചിലും പുകച്ചിലും ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഡീപ്പിലേക്ക് പോയാൽ, അതായത് ബാക്ടീരിയ നമ്മുടെ മസിൽസിലേക്ക് എത്തി അവിടെ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കി പസ്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സിവിയർ ബേണിങ് കഴിഞ്ഞ് പിന്നെ അടുത്ത് പെയിൻ ആയിരിക്കും. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിയർ ആയിട്ട് വേദന വരുന്ന അവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിൽ റിപ്പോർട്ട് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ചെറിയൊരു ഇറോഷൻ, ചെറിയൊരു അങ്ങനത്തെ ഉണ്ടായിരിക്കുള്ളൂ. ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ അൾസർ അതിൽ കാണുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ അൾസർ പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ക്യാൻസറസിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ ഈ ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഈ എച്ച് പൈലോറിക് ബാക്ടീരിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇത് എച്ച് പൈലോറിക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിന് എച്ച് പൈലോറിക് പോസിറ്റീവ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറാക്കി കൊണ്ടുപോകുക എന്നുള്ളത് ഒന്നാമത് ചെയ്യാനുള്ളത്. ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കരുത്. കരിച്ചത് പൊരിച്ചത് എണ്ണയിലിട്ട് വറുത്തത് കഴിക്കുകയും ചെയ്യരുത്. അതേപോലെ അമിതമായിട്ട് ഉപ്പിലിട്ട കഴിക്കുകയും ചെയ്യരുത്. അതേപോലെ തന്നെ അച്ചാർ പോലെയുള്ളതുണ്ടല്ലോ അത് കഴിക്കരുത്. ബേക്കറി ഉൽപ്പന്നങ്ങൾ അതും ഒഴിവാക്കണം. പിന്നെ അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുന്ന ശീലം അതൊന്ന് കുറയ്ക്കണം. സിമ്പിളായിട്ട് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ദഹിക്കുന്ന സിമ്പിളായിട്ട് ദഹിക്കുന്ന ഭക്ഷണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സുകൾ നല്ലോണം എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ നല്ല ഗുഡ് ഫാറ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എസ്പെഷ്യലി എടുത്ത് പറയുക ഒമേഗ 3 പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക, സപ്ലിമെൻറ്റുകളൊക്കെ ഡോക്ടറെ കണ്ടിട്ടൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം, നല്ല
ഹൈ മൈൻഡ് നമ്മളിൽ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സമയത്തിന് ഉറങ്ങുകയും വേണം കേട്ടോ. പിന്നെ അതേപോലെ ഓവർ ടെൻഷൻ തോട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കുറയ്ക്കണം. അതിന് വേണ്ട യോഗ എക്സസൈസുകളൊക്കെ നമ്മൾ മൈൻഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മല്ലിയുടെ വെള്ളമൊക്കെ കുടിക്കണം നല്ലത്. അതുപോലെ ഇരട്ടി മധുരത്തിൻ്റെ വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീരൊക്കെ ചവച്ചരക്കുക. നമ്മൾ പണ്ടൊക്കെ കഫം വന്നാലൊക്കെ അത് ചെയ്യാറുണ്ട് എന്നുള്ളത്. കഫത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൗണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ഗായകരൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ലൈനിങ് പ്രോപ്പറാക്കി വരണം. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതിനൊക്കെ പുറമെ സമയത്തിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, പൈലോറിക്കിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന സമയത്തിന് എന്ത് ചെയ്യാം, നമുക്ക് ഒരു നിശ്ചിത സമയം ട്രിപ്പിൾ തെറാപ്പി എന്നൊക്കെ പറയും മോഡൽ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഈ പറഞ്ഞതുപോലെ നോർമലാണോ എന്നുള്ളത് കൂടെ നോക്കാം. അപ്പോൾ നോർമലായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണം, ഈ നോർമലായി കഴിഞ്ഞാൽ ഓക്കെ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യരുത്, പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകരുത്. ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല, വല്ലതും നിങ്ങൾക്ക് തോന്നിയതുപോലെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ക്യാൻസറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കിഡ്നിയിലേക്ക്, ലിവറിലേക്ക്, പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ഓവറിയിലേക്ക്, യൂട്രസിലേക്ക്, ലങ്സിലേക്ക്, ഇങ്ങനെയുള്ള തൊട്ടടുത്ത കോശങ്ങൾ ഓർഗൻസിലേക്ക് എന്ത് ചെയ്യും, ഇത് സ്പ്രെഡാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ ക്യാൻസറുകൾ പുതിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാൻസർ എന്ന് പറയുന്നതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ CT സ്കാനുകളുണ്ട്, MRI സ്കാനുകളുണ്ട്, USG സ്കാനുകളുണ്ട്, അതേപോലെ ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ പാപ്സ്മിയറൊക്കെ ചെയ്യുന്ന സമയത്ത്, ബയോപ്സിക്ക് എടുക്കുന്ന സമയത്ത്, അപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ക്യാൻസറസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് വറീഡ് ആവേണ്ട കേസൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കോൺഷ്യസ് ആയിരിക്കണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ട്രീറ്റബിളാണ്. നമ്മൾ ബിഗിനിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ അസിഡിറ്റി പ്രശ്നങ്ങൾ പല ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കും, ഇത് മാറാത്ത എന്തുകൊണ്ടാണെന്ന്. പക്ഷേ അതൊക്കെ നമുക്ക് ട്രീറ്റബിൾ ആകുന്ന വിഷയം തന്നെയാണ്. ബട്ട് അതിൻ്റെ ഒരു റൂട്ട് കോസ്, ബേസിക് റീസൺ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പം പല റീസൺ ആയിരിക്കാം. ഒന്നുകിൽ പൈലോറിക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പ് ആയിരിക്കും, ടെൻഷൻ ആയിരിക്കാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കാം, പിന്നെ അങ്ങനെ പല റീസണുകൾ അതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.